ശ്രീ പി മുസ്തഫ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ 18 മാസത്തെ കണക്കിന് രേഖയില്ല എന്നുള്ളതാണ്. അതേസമയം 3 മാസത്തേന് രേഖയുണ്ട്. അത് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്, സഭയിൽ ധവളപത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കാൻ ഒരു വാചകം പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുമ്പേ താങ്കൾ തടസ്സപ്പെടുത്തി. ഞാൻ എത്രയോ തവണ താങ്കളുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഈ ശൈലിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോട് താങ്കൾ ഇങ്ങനെ കാണിക്കുന്ന അസഹിഷ്ണുത എന്തിനാത്? ഇവിടെ നിങ്ങൾ 4 പേര് എത്ര സമയമെടുത്തു? നമ്മൾ 7:10 തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോൾ 7:57 ഇനി 3 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഇത്രയും സമയമെടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം പറയുമ്പോൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയില്ലാതെ പിന്നെ എന്ത് ഡിബേറ്റാണ്? നിങ്ങളിപ്പോൾ ഞങ്ങൾ കൊടുത്ത കണക്ക് രേഖ പറയുന്നത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് കൊടുത്ത പേര് ഡിബേറ്റ് എന്നാ. ഒരാളുടെ സംസാരത്തെ മുഴുവൻ ഏകപക്ഷീയമായി തടസ്സപ്പെടുത്തിയിട്ട് പിന്നെ എന്താണ് ഡിബേറ്റ് എന്ന് പറയുന്നത്? അപ്പം ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സ്മൃതി, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെടുത്ത് പോകാം. കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെടുത്ത് നേരിട്ട് പോകാം. നിങ്ങൾ ബാക്കിയെല്ലാം മാറ്റിവെക്ക്. നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ പോലെ അനുഭവമാണല്ലോ ഗുരു. എന്നിട്ട് അവരോട് ചോദിക്കൂ, 2016 മെയ് മാസത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം, അക്കാലത്തെ ഓണം, ആ ഓണത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ക്ഷേമ പെൻഷന്റെ വിതരണം LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്നത്. അന്ന് എത്ര മാസത്തെ പണമാണ് ലഭിച്ചത്? എത്ര തുകയാണ് താങ്കൾക്ക് ലഭിച്ചത്? 2016 അധികാരമൊഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലെ 600 രൂപയുടെ ഒറ്റ തവണ മാത്രമാണോ നിങ്ങൾക്ക് ലഭിച്ചത്? അതല്ല. 2016 പിണറായി വിജയൻ വന്നപ്പോൾ അത് 7000-ഓ 8000-ഓ ഒക്കെ ആയിട്ട് കുറെ പണം ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സ്മൃതി പരുത്തിക്കാടിന്റെ തൊട്ടയൽപക്കത്തുള്ള ആളെടുത്ത് പോകാൻ ധൈര്യമുണ്ടോ? എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല ശ്രീ പി മുസ്തഫ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, അതിലൊരു ധൈര്യക്കുറവുമില്ല. ഞാൻ ചോദിച്ചത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളായി താങ്കളിൽ നിന്ന് ആ മറുപടി കിട്ടണം. ഇല്ലില്ല, മറുപടി കിട്ടണമെന്നുള്ളതുകൊണ്ടാണ്. താങ്കൾ രോഷം കൊള്ളാണ്ട. ഞാൻ ഒരു തരത്തിലും താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തുടക്കം മുതലേ അങ്ങനെയായിരുന്നു. താങ്കൾക്ക് സമയവും തന്നിട്ടുണ്ട്. താങ്കൾക്ക് പറയാം, 5 മിനിറ്റ് നമുക്ക് നീട്ടാമെന്നേ. താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ 18 മാസത്തെ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന 34 ലക്ഷം പേർക്ക് ഉമ്മൻചാണ്ടി കൊടുത്തിരുന്ന പെൻഷൻ നിങ്ങൾ വന്നപ്പോഴേക്കും 60 ലക്ഷം പേർക്കായി എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്ന കണക്ക്, അല്ലേ? ഇത്രയും പേർക്ക് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ തുക? നിങ്ങൾ 600 1600 ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 600 ആണെങ്കിൽ തരാതെ എത്രയായിരിക്കും ആ തുക? അത്രയും വലിയ തുക കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് വലിയൊരു ആഘോഷമാക്കില്ലേ? നിങ്ങൾ ഏത് ചെറിയ പരിപാടിയും വലിയ തരത്തിൽ അത് വലിയ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ചെയ്യുന്നവരാണ്. 18 മാസത്തെ തുക നിങ്ങൾ കുടിശ്ശിക കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും? എവിടെ നിന്നാണ് ഈ കണക്ക് ശ്രീ പി മുസ്തഫ? അങ്ങനെയെങ്കിൽ സഭയിൽ തോമസ് ഐസക് കളവ് പറഞ്ഞോ? 3 മാസത്തെ കുടിശ്ശിക എന്ന് കളവ് പറഞ്ഞോ? ധവളപത്രത്തിൽ പറയുന്നത് കളവാണോ? എവിടെയാണ് 11ഉം 18 മാസങ്ങൾ കടന്നു വരുന്നത്? ഞാൻ ഒറ്റ കാര്യം പറയാം. എന്റെ നാട്ടിൽ ഈ പെൻഷൻ വിതരണം ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്താണ്. അവിടെ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. അത് UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും ഭരിക്കുന്ന ബാങ്കാണ്. അവിടുത്തെ ജീവനക്കാർ ആ പാർട്ടിയോട് താല്പര്യമുള്ളവരാണ്. എന്റെ വാർഡിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടുള്ള ബാങ്ക് ജീവനക്കാരനാണ്. എന്റെ തൊട്ട അയൽപക്കത്ത് ഇത് കൊടുത്തപ്പോൾ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഈ പെൻഷൻ കൊടുത്തപ്പോൾ ആ ഉമ്മക്ക് കിട്ടിയത് 9000 രൂപയാണ്. 9000 രൂപ. എങ്ങനെയാ 9000 രൂപ വന്നത്? പിണറായി വന്നത് 2000 രൂപയെ കൊടുക്കേണ്ടതുള്ളൂ. തോമസ് ഐസക് കളവ് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നവാസ് വേഗം ചോദിക്കൂ. ഒരു ഇടവേള അത്യാവശ്യമാണ്. ഞാൻ ഞാൻ കാണിക്കാം. ഇതൊരു നിയമസഭാ രേഖയാണ് ഞാൻ കാണിക്കുന്നത്. ഞാനത് പറയട്ടെ VP മുസ്തഫ, നിങ്ങളുടെ സമയമല്ലല്ലോ. ഇത് കേരളത്തിലെ നിയമസഭാ രേഖയാണ്. നക്ഷത്ര ചിഹ്നമിടാതെ നമ്പർ 370 ഞാനത് പറയട്ടെ. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി തടസ്സപ്പെടുത്തിയിട്ട് ഞാനത് പറയട്ടെ. നിങ്ങളുടെ സമയമല്ലല്ലോ. ശരിയല്ല.
വളരെ നോക്കൂ, മോശം താങ്കൾ ഈ പരിപാടിയാണ്. പറയുന്ന ക്ഷേമ അത് നിങ്ങൾ പെൻഷനുമായി പറയുന്നത് ബന്ധപ്പെട്ട ഞാൻ രേഖയാണ്. ഒന്ന് കേൾക്കൂ ശ്രീ വി പി മുസ്തഫ, താങ്കൾക്ക് പറയാം. താങ്കൾക്ക് പറയാം, ഒന്ന് കേൾക്കൂ. ഇത് വളരെ മോശമാണ്. ഒരു മോശമല്ല, താങ്കൾ പറയാൻ വേണ്ടി തന്നെയാണ്. സമയം സമയം തരാം. സമയം തരാന്നേ. എന്ത് ഡിബേറ്റാണ് ഇത്? സമയം തരാന്നേ. വളരെ ജനാധിപത്യ സമയം തരാമെന്നേ. അധാർമികമാണ്. വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ മുസ്തഫ, താങ്കൾക്ക് സമയം തരാം എന്ന് പറയുമ്പോഴും താങ്കൾ രോഷം കൊള്ളുന്നുണ്ടെങ്കിൽ അതൊരു തന്ത്രമാണെന്ന് ഞാൻ പറയുന്നത്. താങ്കൾക്ക് സമയം തന്നിട്ടും സമയം തരാമെന്ന് പറഞ്ഞിട്ടും താങ്കൾ ഇപ്പോൾ രോഷം കൊള്ളുന്നെങ്കിൽ അതൊരു തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലല്ല എന്ത് സമയം തന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ 3 പേര് കൂടി 44 മിനിറ്റ് എനിക്ക് 2 മിനിറ്റ് അതല്ലേ ചെയ്തത്. വി പി മുസ്തഫ പറയട്ടെ, തോമസ് ഐസക് കളവ് പറഞ്ഞതാണോ, ധവളപത്രത്തിലുള്ളത് കളവാണോ? പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ നവാസിനോട് ചോദിക്കുന്നത്, ലീഗ് ഭരിക്കുന്ന തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിലെ ജീവനക്കാരൻ ലീഗ് അനുഭാവികളുടെ ഒരു കുടുംബത്തിൽ പോയിട്ട് അവിടുത്തെ ഉമ്മക്ക് 2016 ആഗസ്റ്റ് മാസത്തിൽ 9,000 രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, അത് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നവാസിന് വരാൻ നേരമില്ലെങ്കിൽ കാസർകോട്ടെ AGC ബഷീറിനെ ഏൽപ്പിച്ചോളൂ, ഞങ്ങൾ പോയി ചോദിക്കാം. അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇല്ലല്ലോ, ഒരു പോയിന്റ്, ഒരൊറ്റ പോയിന്റ് നവാസ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ നവാസ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ 2016 ആഗസ്റ്റ് മാസത്തിൽ പിണറായി വിജയൻ കൊടുക്കേണ്ടത് 2,000 രൂപ മാത്രമാണ്. എന്തിനാ പിന്നെ പിണറായി വിജയൻ വന്നപാട് ഈ പെൻഷൻകാർക്കെല്ലാം 8,000 9,000 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നത്? അവിടെയാണ് 18 മാസത്തെ 600 രൂപ വെച്ചുള്ള കുടിശ്ശിക. അത് നിങ്ങൾ കൂട്ടു. ഇങ്ങനെ കൊടുത്തിട്ടാണ് സ്മൃതി തുടങ്ങിയത്. അതെടുക്കാൻ നിങ്ങളെ റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവരെ വിട്ടുനോക്കൂ ഫീൽഡിലേക്ക്, എന്നിട്ട് കണക്കുകൾ എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. തോമസ് ഐസക് സഭയിൽ പറഞ്ഞ കണക്കുണ്ട്. തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമുണ്ട്. ആ ധവളപത്രത്തിലും തോമസ് ഐസക് പറഞ്ഞ സഭാരേഖയിലും ഇല്ലാത്ത മാസങ്ങളുടെ കണക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ കിട്ടുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ കളവ് പറഞ്ഞു, സഭാരേഖകളിൽ കളവ് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞത് ആളുകളുടെ കയ്യിൽ കിട്ടിയ പണമാണോ ശുഭക്തം, ആളുകളുടെ കയ്യിൽ കിട്ടിയ പണമാണോ ശരി, അതല്ലാതാണോ? സഭാരേഖകൾ തെറ്റാണ്. സഭയിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ആളുകളുടെ കയ്യിൽ പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ആളുകളുടെ കയ്യിൽ പണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 18 മാസമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 18 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 18 മാസം അവിടെ ഒരു 18 മാസത്തിന്റെ കണക്കുണ്ട് ശ്രീ വി പി മുസ്തഫ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയുണ്ടോ? 2023 നവംബർ മുതൽ 2024 മാർച്ച് വരെ 5 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നത് ഉൾപ്പെടെ നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശികയാണ്. പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ്. ഈ മെയ് മാസം കൊടുക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 2 ഗഡുവാണ്. ഈ മെയ് മാസം കൊടുക്കുന്നത് 3,200 രൂപ വീതം ആളുകളുടെ കൈകളിൽ എത്തുകയാണ് ഇന്ന് മുതൽ. മനസ്സിലായില്ലേ? ആ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികൾക്കും നിലവിലുള്ള മാസങ്ങളിലേത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള മാസങ്ങളിലേത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 14 മാസത്തത് കുടിശ്ശികയുണ്ട്, 14 മാസത്തത് നേരത്തെ കുടിശ്ശികയുണ്ട്. എന്നാൽ കഴിഞ്ഞ 2024 ഏപ്രിൽ മുതൽ ഒരൊറ്റ മാസത്തതും നിർമ്മാണ തൊഴിലാളികളുടേതും കുടിശ്ശികയില്ല. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് തുടരാം. ശ്രീ വി പി മുസ്തഫ, പിണങ്ങരുത്, എന്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. നവാസ്, സമയം പൂർണ്ണമായും അവസാനിച്ചു. വളരെ നന്ദി ശ്രീ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.